ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ തണലായിരുന്ന ഒരു മനുഷ്യൻ ഇല്ലാതാവുക. എങ്ങനെയാണ് ആ കുടുംബത്തിന് അത് സഹിക്കാനാവുക? അത്തരത്തിലേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നും പുറത്തു വന്നത്. ഒരു സാധാരണ നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഈ ചെറുപ്പക്കാരന്റെ മരണം ആ കുടുംബത്തെ ഒന്നടങ്കം തകർത്തു കളഞ്ഞിരിക്കുകയാണ്. മറ്റൊരാളുടെ അശ്രദ്ധയിൽ 2 പിഞ്ചുമക്കൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ അച്ഛനെയാണ്. എന്നും ജോലി കഴിഞ്ഞെത്തുന്ന അച്ഛനെ കാത്ത് 2.5 വയസ്സുകാരി വാമികമോൾ ഉമ്മറപ്പടിയിലിരിക്കുമായിരുന്നു. അച്ഛൻ കൊണ്ടുവരുന്ന പലഹാരങ്ങൾക്കായിരുന്നു ആ പൊന്നുമോളുടെ കാത്തിരിപ്പ്. ആ കുഞ്ഞ് ഇന്നും അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. അവളുടെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചുവരാത്ത ലോകത്തേക്കാണ് യാത്രയായതെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആ കുരുന്നിനായിട്ടില്ലല്ലോ. ഭാര്യയുമൊത്തുള്ള യാത്രയ്ക്കിടെ ഒരു ചായ കുടിക്കാനായി വാഹനം നിർത്തിയപ്പോൾ ആ യുവാവ് ഒരിക്കലും നനച്ചു കാണില്ല അടുത്ത നിമിഷം തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ച കഞ്ഞിക്കുഴി പഞ്ചായത്ത് 12-ാം വാർഡ് തകിടിവെളിയിൽ സുനിൽകുമാറിന്റെ മകൻ സുധീഷും ഭാര്യ സുജിമോളും കൂടി തിരുവല്ലയിലുള്ള ഒരു ബന്ധുവീട്ടിൽ പോയതായിരുന്നു. അവിടെ നിന്നും ബൈക്കിൽ മുഹമ്മയിലുള്ള തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു. വൈകിട്ട് ഏകദേശം 3:15 അവർ ആലപ്പുഴ പഴവീട് മെഡിക്കൽ സെന്ററിന് എതിർവശത്തുള്ള ഒരു ബജിക്കടയ്ക്ക് മുന്നിൽ വാഹനം നിർത്തി. യാത്രാക്ഷീണം മാറ്റാൻ ഒരു ചായ കുടിക്കാമെന്ന് കരുതിയാണ് സുധീഷ് ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തുന്നത്. തുടർന്ന് ഭാര്യ സുജിമോൾ കടയിലേക്ക് കയറി 2 ചായ വാങ്ങി. ഒരു ചായ സുധീഷിന്റെ കയ്യിൽ കൊടുത്ത ശേഷം സുജിമോൾ കടയുടെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ കൈതവന ഭാഗത്തു നിന്നും ഒരു കാറ് അമിത വേഗതയിലെത്തി സുധീഷിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാറ് ആദ്യം മറ്റു വാഹനങ്ങളിൽ ഇടിച്ച ശേഷമാണ് സുധീഷിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ സമയം ബൈക്കിൽ ചാരി നിന്ന് ചായ കുടിക്കുകയായിരുന്നു സുധീഷ്. തന്റെ കൺമുന്നിൽ ഭർത്താവ് ചോരയൊലിച്ച് കിടക്കുന്നത് കണ്ട് ഭാര്യ സുജിമോൾ അലറിക്കരയുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. തുടർന്ന് കടയിലുള്ളവരും മറ്റു നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ സുധീഷിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സുധീഷിനെ ഇടിച്ച ശേഷം ആ കാറ് റോഡരികിലെ ഒരു മൺകൂന കടന്ന് വൈദ്യുതി തൂണിലും ഇടിച്ചാണ് നിന്നത്. ആലപ്പുഴ പുന്നമട സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഗർഭിണിയായ യുവതിയെ വയറുവേദന കാരണം കാറിൽ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഭർത്താവും ഒരു കൈക്കുഞ്ഞും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. യുവതിയുടെ സഹോദരനാണ് വാഹനമോടിച്ചത് എന്നാണ് പറയുന്നത്. സഹോദരിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആ പരിഭ്രാന്തിയിൽ വണ്ടിയുടെ വേഗത കൂടിയതാകാം നിയന്ത്രണം നഷ്ടമാകാൻ കാരണമായത് എന്നാണ് കരുതുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് അപകടത്തിനിടയാക്കിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സുധീഷിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തിന് ഈ വലിയ നഷ്ടം താങ്ങാനുള്ള കരുത്ത് ഉണ്ടാകട്ടെയെന്നും നമുക്ക് പ്രാർത്ഥിക്കാം.